നമസ്കാരം. ആഗോളതലത്തിൽ യുദ്ധങ്ങൾ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ രാജ്യസുരക്ഷ ഉറപ്പാക്കാൻ വിപ്ലവകരമായ സുദർശന ചക്ര പദ്ധതിയുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് വരികയാണ്. ഡ്രോൺ ആക്രമണങ്ങളും അത്യാധുനിക മിസൈൽ ഭീഷണികളും വർദ്ധിച്ചു വരുന്നത് കണക്കിലെടുത്ത് ഭാരതത്തിന്റെ ആകാശ സീമകളെ പൂർണ്ണമായും സുരക്ഷിതമാക്കുന്ന ഈ ബൃഹത്ത് വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ സാധ്യതാ പഠനങ്ങൾ പ്രതിരോധ മന്ത്രാലയം ഔദ്യോഗികമായി ആരംഭിച്ചിരിക്കുകയാണ്. ശത്രു രാജ്യങ്ങളിൽ നിന്നുള്ള മിസൈലുകൾ, ചാര ഡ്രോണുകൾ, ആയുധങ്ങൾ വഹിക്കുന്ന ആളില്ലാ വിമാനങ്ങൾ എന്നിവയെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുൻപേ ആകാശത്ത് വെച്ച് തന്നെ തകർക്കുവാൻ ശേഷിയുള്ള റഡാറുകളും ഇന്റർസ്പേസ് മിസൈലുകളും ഒരു വൻ ശൃംഖലയാണ് സുദർശന ചക്രയിലൂടെ ലക്ഷ്യമിടുന്നത്. ഇസ്രായേലിന്റെ വിഖ്യാതമായ അയൺ ഡോം സംവിധാനത്തിന് സമാനമായ പ്രവർത്തന ശൈലിയാണ് ഇതിനുള്ളതെങ്കിലും ഇന്ത്യയുടെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയും വിശാലമായ അതിർത്തികൾക്കും അനുയോജ്യമായ രീതിയിലായിരിക്കും ഇത് വികസിപ്പിക്കുക. ഹിമാലയൻ നിരകളിലെ അതിശൈത്യത്തിലും രാജസ്ഥാനിലെ മണലാരണ്യത്തിനും കടുത്ത ചൂടിനും ഒരുപോലെ ഫലപ്രദമായി പ്രവർത്തിക്കുവാൻ കഴിയുന്ന രീതിയിലുള്ള സാങ്കേതിക വിദ്യയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പൂർണ്ണമായും തദ്ദേശീയമായി വികസിപ്പിച്ച ഈ പ്രതിരോധ കവചത്തിൽ അത്യാധുനിക റഡാറുകൾ, കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററുകൾ, വിനാശകാരിയായ ഇന്റർസെപ്റ്റർ മിസൈലുകൾ എന്നിവ തത്സമയം ഏകോപിപ്പിക്കപ്പെടും. അതീവ രഹസ്യ സ്വഭാവമുള്ള പദ്ധതിയായതിനാൽ ഇതിന്റെ കൂടുതൽ സാങ്കേതിക വിവരങ്ങൾ സർക്കാർ പുറത്തുവിട്ടിട്ടില്ല. എങ്കിലും ഇതിനോടകം തന്നെ DRDO ശാസ്ത്രജ്ഞരും സായുധ സേനയിലെ ഉന്നത ഉദ്യോഗസ്ഥരും ചേർന്ന് ഇതിന്റെ പ്രാഥമിക രൂപരേഖയും പ്രവർത്തന രീതിയും തയ്യാറാക്കി കഴിഞ്ഞു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന ഈ സംവിധാനം ഒരേ സമയം നൂറുകണക്കിന് ശത്രു ലക്ഷ്യങ്ങളെ തീർക്കുവാനും അവയുടെ വേഗതയും ദിശയും കണക്കാക്കി നിമിഷങ്ങൾക്കുള്ളിൽ പ്രത്യാക്രമണം നടത്തുവാനും പ്രാപ്തമാണ്. ശത്രുക്കളുടെ ആക്രമണത്തെ വെറും പ്രതിരോധിക്കുന്നതിലുപരി അവരെ നിഷ്പ്രഭമാക്കുന്ന രീതിയിലുള്ള കൃത്യതയാണ് ഇതിന്റെ പ്രത്യേകത. പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ രാജ്യത്തെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളെയാകും സുരക്ഷിതമാക്കുക. ഡൽഹി, മുംബൈ, ബംഗളൂരു തുടങ്ങിയ മെട്രോ നഗരങ്ങളും ISRO വിക്ഷേപണ കേന്ദ്രങ്ങൾ, ആണവോർജ നിലയങ്ങൾ, പ്രധാന അണക്കെട്ടുകൾ തുടങ്ങിയവയ്ക്കും ഈ അദൃശ്യ കവചം കാവലായിരിക്കും. അതിർത്തികളിൽ നിന്നുള്ള ഡ്രോൺ നുഴഞ്ഞുകയറ്റങ്ങളെ ഫലപ്രദമായി തടയുവാനും ഇതുവഴി സാധിക്കും. 2035ഓടെ ഭാരതത്തിന്റെ ഓരോ ഇഞ്ച് ആകാശവും ഈ സുരക്ഷാ വലയത്തിന് കീഴിലാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. നിലവിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ പക്കലുള്ള ആയുധങ്ങളിലും പുതിയ സംവിധാനങ്ങളുമായി ബന്ധിപ്പിച്ച് ഒരു സമഗ്ര സുരക്ഷാ ശൃംഖല നിർമ്മിക്കാനാണ് നീക്കം. ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് വികസിപ്പിച്ചെടുത്ത ആകാശത്തീർ എന്ന അത്യാധുനിക കൺട്രോൾ ആൻഡ് റിപ്പോർട്ടിംഗ് സംവിധാനങ്ങൾക്കും ഈ ബൃഹത്ത് ദൗത്യത്തിന്റെ നട്ടെല്ലായി പ്രവർത്തിക്കുക. ശത്രുക്കളുടെ നീക്കങ്ങൾ തത്സമയം കണ്ടെത്തുവാനും അവയെ പ്രതിരോധിക്കുവാനും സൈനിക വിഭാഗങ്ങൾക്കിടയിൽ വിരൽ വേഗത്തിൽ കൈമാറുവാനും ആകാശത്തീർ സഹായിക്കും. DRDOയുടെ നേതൃത്വത്തിൽ വികസിപ്പിക്കുന്ന ഈ സംവിധാനത്തിന്റെ പൂർണ്ണമായ പ്രവർത്തന ചുമതല ഇന്ത്യൻ സൈന്യത്തിനായിരിക്കും. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്ന ഈ സംവിധാനം പ്രതിരോധ മേഖലയിൽ ഇന്ത്യ കൈവരിക്കുന്ന സ്വയം പര്യാപ്തതയുടെ മികച്ച ഉദാഹരണമായി മാറും. ചുരുക്കത്തിൽ, സുദർശന ചക്ര പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ ഭാരതത്തിന്റെ പ്രതിരോധ ശേഷി ആഗോളതലത്തിൽ പുതിയൊരു തലത്തിലേക്ക് ഉയരും. ആയുധ യുദ്ധമുറകളിൽ ആകാശ സീമകളിലൂടെ ആധിപത്യം നിർണയിക്കുക എന്നതിൽ ശത്രുക്കളുടെ ഏത് നീക്കത്തെയും നിഷ്പ്രഭമാക്കാൻ ശേഷിയുള്ള ഈ ഉരുക്കുമതിൽ ഇന്ത്യയുടെ ദേശീയ സുരക്ഷയിൽ നിർണായകമായ നാഴികക്കല്ലായി മാറും. സനാതന ധർമ്മത്തിലെ സംരക്ഷണത്തിന്റെ പ്രതീകമായ സുദർശന ചക്രയുടെ പേരിൽ അറിയപ്പെടുന്ന ഈ പദ്ധതി ഭാരതത്തിന്റെ ആകാശത്തെ എന്നും സുരക്ഷിതമായി നിലനിർത്തുമെന്ന് ഉറപ്പാണ്. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.